നമ്മുടെ വീട് പണിയെല്ലാം കഴിഞ്ഞ് വീടിരിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം കുറേയൊക്കെ ചെടികൾ ഞങ്ങളുടെ അടുത്ത് വെക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോഴത്തേക്കും നമ്മുടെ CC പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ അത് നമ്മുടെ വീട് നമ്മൾ യാതൊരു ചേർച്ചയില്ല. ഭയങ്കര വ്യത്യാസം, ഭയങ്കര ചളിയൊക്കെ ആയി അതിനകത്ത് പാശാറും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കുറച്ച് പെയിൻറ്റ് വാങ്ങിച്ചടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ബ്രൗൺ കളർ, നമ്മൾ ടെറാക്കോട്ട കളറൊക്കെയാണെന്ന് പറയാൻ തോന്നുന്നു. അപ്പം അത് മേടിച്ചടിക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യാൻ വേണ്ടി കുറേ ഞാൻ കിടന്ന് പ്രയാസപ്പെട്ടു. ഭയങ്കര ബുദ്ധിമുട്ടിട്ടാണ് അത് ഓപ്പൺ ആക്കി എടുത്തിട്ട്. നമുക്ക് അതിൻ്റെ നേക്ക് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമുക്കൊന്നും ശീലാത്ത പണികളല്ലേ. അപ്പം കുറേ ചട്ടികളുണ്ട്, കുറേ ചെടികളുണ്ട്, എല്ലാം നമ്മുടെ നിന്ന് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വീട് പണി തിരക്കായതുകൊണ്ട് നമുക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പക്ഷേ എങ്കിൽ ഉള്ള ചെടികൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബോഗൺവില്ല കാര്യങ്ങളൊക്കെ ഉണ്ട്, CC പ്ലാന്റ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ചെടികൾ മാത്രം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം ഉള്ളതിനെ നമുക്ക് കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെയിൻറ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. കാരണം അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ്, കാണുമ്പോൾ തന്നെ എന്തോ പോലെ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ കടയിൽ പോയി വന്നിട്ട് പെട്ടെന്ന് പെയിൻ്റ് എല്ലാം മേടിച്ച് അതെല്ലാം ഓപ്പൺ ആക്കി അതിനകത്ത് നിന്ന് നമ്മുടെ പെയിൻ്റ് എല്ലാം എടുത്ത് അതിനകത്ത് വെള്ളം മിക്സ് ചെയ്യാം കേട്ടോ നമുക്ക്. അപ്പം ഇതാണ് കളറ്, ഒരു ടെറാക്കോട്ട കളറാട്ടോ ഈ സംഭവം. അതിനകത്തേക്ക് കുറച്ച് വെള്ളം, ഇത് ശരിക്കും വെള്ളം ചേർത്തിട്ട് നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ അടിക്കേണ്ടത് കേട്ടോ. അപ്പം ഒരു കോലൊക്കെ വെച്ച് ഞാനിതിങ്ങനെ ക്ലീൻ എന്താ പറയുക, നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം കണ്ടില്ലേ, അപ്പം ക്യാമറ വെച്ചത് ഇത്തിരി സൈഡിലേക്ക് ആയിപ്പോയി കേട്ടോ. അപ്പം നല്ലതുപോലെ വെള്ളവും നമ്മുടെ പെയിൻറ്റും തമ്മിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളുടെ മെയിൻ സാധനം മറ്റുള്ള നമ്മുടെ CC പ്ലാന്റ് കേട്ടോ. ഇപ്പോൾ കാണുന്ന പോലെയൊന്നുമല്ല, ഞാൻ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് മരുന്നൊക്കെ ഇട്ട് ഇപ്പോൾ നല്ല പച്ചപ്പായി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പേപ്പർ കഷ്ണം വെക്കുക കേട്ടോ. കാരണം നമ്മൾ അടിക്കുന്നത് പെയിൻ്റാണ്, അത് ഭയങ്കര പോയിസണാണ്. ചെടികൾ പെട്ടെന്ന് ചീഞ്ഞു. അതിൻ്റെ ഒരു വേരിലേക്ക് എങ്ങാനും അത് പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചെടികൾ കംപ്ലീറ്റ് ആയിട്ടും പോകും. അപ്പം അത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ന്യൂസ് പേപ്പർ നമ്മൾ ചുരുട്ടിയിട്ട് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം കുറേ ന്യൂസ് പേപ്പറൊന്നും വേണ്ട, നമുക്ക് ആ മണ്ണും അതുപോലെ തന്നെ ചെടീൻ്റെ തണ്ടൊക്കെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ന്യൂസ് പേപ്പർ വെച്ച് കൊടുക്കാൻ കേട്ടോ. ശരിക്കും ഭയങ്കര വൃത്തികേടാട്ടോ, നമുക്ക് നേരിട്ട് കാണുമ്പോഴേ ചട്ടി ഭയങ്കര വൃത്തികേടാണ്. കാരണം നമ്മളിത് ഞാൻ ചട്ടി ഉണ്ടാക്കിയിട്ടിപ്പം ഒരു 3-4 വർഷമായി. ഇത് ഞാൻ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചട്ടിയാട്ടോ. അപ്പം സിമ്പിളാണ്, നമ്മൾ സിമെൻറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഭയങ്കര വെയിറ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കുറച്ച് മണലും സിമെൻറ്റൊക്കെ ഇത്ര അധികം ഇടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. അപ്പം ഭയങ്കര വെയിറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ ഒരു ചട്ടിക്ക് കേട്ടോ. അപ്പം കംപ്ലീറ്റ് ആയിട്ടും ഇട്ടതിന് ശേഷം നമുക്കിനി പെയിൻ്റ് അടി തുടങ്ങാം. അപ്പം വലിയ വൃത്തിയോ കാര്യങ്ങളോ, എനിക്ക് പെയിൻ്റ് അടിക്കാനുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മളൊരു ഗാർഡനിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ലോട്ടസിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്, ട്യൂബർ കാര്യങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കോൺടാക്ട് ചെയ്യാൻ നമ്പറെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കയറി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വയ്ക്കുക. ലോട്ടസ് സെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പം സെയിൽ പോസ്റ്റ് കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മളുടെ പണിയെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെറുതായിട്ട് നനച്ചൊക്കെ കൊടുക്കണം. നനച്ചൊക്കെ കൊടുത്ത് സെറ്റാക്കി വെക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.